Good afternoon to all. Good afternoon. Good afternoon. Okay. Prayer ഒക്കെ ചൊല്ലിയായിരുന്നോ? പറയൂ. Okay. അപ്പൊ ഇതിനായിരുന്നു എക്സാം ചെയ്യണ്ടായിരുന്നോ? How was your exam? ഇംഗ്ലീഷ് നല്ല ഈസി ആയിരുന്നു മാം. ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് എങ്ങനെയാണെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഓക്കെ ആണ്. അപ്പൊ മനസ്സിലായോ എങ്ങനെ എക്സാം എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായോ? നമുക്ക് ടെൻഷൻ ഒന്നും വേണ്ടല്ലോ അല്ലെ? ഗൂഗിൾ അറ്റാച്ച് ചെയ്യാം എക്സാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? മാം പറഞ്ഞതൊക്കെ വന്നായിരുന്നു. ഓക്കെ, നോട്ടൊക്കെ വെച്ചു അല്ലേ? അപ്പൊ ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് പ്രതീക്ഷിക്കാം നമുക്ക് അല്ലെ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു തരാൻ പറ്റുമോ? പറഞ്ഞില്ലേലും പറയാതെ പറഞ്ഞു അല്ലെ? ഓക്കെ. പിന്നെന്താ, ഇന്നിനി ക്ലാസ് എടുക്കണോ? സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം. ആർട്ടിക്കിൾ സെമിനാർ പറഞ്ഞു. ആർട്ടിക്കിൾ. ഓക്കെ, നിങ്ങൾ റെഡി ആണോ? അരമണിക്കൂർ നോക്കാം. സ്റ്റാർട്ട് ചെയ്തേക്കും. ഓക്കെ, ഞാനാണ് മാം ശ്രുതി. എടുക്കാൻ പോകുന്നത് ആൻ ആർട്ടിക്കിളിലെ ടോപ്പിക്കാണ്. ഞാൻ കുറച്ച് ഇങ്ങനെ ഫസ്റ്റ് തൊട്ട് ആൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴല്ല, ഒരു ഫസ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് പണ്ട് മുതലേ കേൾക്കുന്ന ഒരു വാക്കാണ് ആൻ. ഇത് എവിടെയൊക്കെ വരും ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, വോവൽസിന് മുമ്പിലാണ് ആൻ വരിക എന്നുള്ളത്. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണ്. ഇതിൽ കുറച്ച് നമ്മൾ ഹെച്ച് റൂൾസ്, അതായത് ചില ഹെച്ച് വാക്കുകളുടെ മുമ്പിൽ നമ്മൾ ഈ ആൻ യൂസ് ചെയ്യാറുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ വോവൽസിന് മുമ്പിൽ എ ഇ ഐ ഒ എന്നുള്ള വേർഡ്സ് ലെറ്റേഴ്സിന് മുമ്പിൽ അല്ലാണ്ട് ഹെച്ച് എന്നൊരു ലെറ്ററിന്റെ മുമ്പിലും നമ്മൾ ആൻ യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് അതിന്റെ പ്രൊണൗൺസിയേഷൻ, വാട്ട് ഈസ് വി ആർ പ്രൊണോട്ടിങ്, ഹവർ എന്ന് പ്രൊണോട്ട് ചെയ്യുന്ന അവിടെ ഹ സൗണ്ട്, വവൽസിന്റെ സെയിം സൗണ്ട് വരുന്ന അവിടെയാണ്. വവൽസിന്റെ സെയിം സൗണ്ട് വരുന്ന അവിടെയൊക്കെ നമ്മൾ ആൻ യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ചെറിയ റൂളാണ്. An indefined article an is used before the singular non-specific noun that begin with a vowel sound. അതാണ് ആന് നോർമലായിട്ട് എല്ലാവരും തരുന്ന ഒരു എക്സ്പ്ലനേഷൻ. ആൻ സൗണ്ട് വരുന്നവിടെ അതൊക്കെ നമ്മൾ ആൻ യൂസ് ചെയ്യണം. ആപ്പിൾ, എ ഹോണസ്റ്റ് പേഴ്സൺ. ഹോണസ്റ്റ് നമ്മൾ ചോദിക്കും ഹെച്ച് ആണെന്ന്, പക്ഷെ ഹെച്ച് നമ്മൾ പ്രൊണോട്ട് ചെയ്യുന്നത് ഹാ സൗണ്ട് ആയതുകൊണ്ടാണ് അവിടെ ആൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹവർ. പിന്നെ വവൽ സൗണ്ട്, ആൻ ആപ്പിൾ, ആൻ എലിഫന്റ്, ആൻ ഓറഞ്ച്, ആൻ ഐസ്ക്രീം. ഇതൊക്കെയാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുന്നത് മാക്സിമം. പിന്നെ ഹെച്ച് റൂൾ, യൂസ് ആൻ ഇൻ ദ ഹെച്ച് ഇസ് എ സൈലന്റ്, ഹാസ് ആൻ ഹവർ, ഹാൻ ഹെയർ ലോങ്. അതായത് നമ്മൾ ഈ വോവൽസ് ലെറ്റേഴ്സിലെ എ ഇ ഐ ഒ യു ഈ ലെറ്റേഴ്സിന്റെ മുന്നിൽ അല്ലാണ്ട് ഈ ലെറ്റേഴ്സിന്റെ സൗണ്ട് വരുന്നവിടെയൊക്കെയാണ് നമ്മൾ ആൻ യൂസ് ചെയ്യാം. The U and EU rule, അതായത് യൂസ് ഫോർ വേർഡ്സ് ലൈക്ക് എ യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റിയിലും മുമ്പ് ഞാൻ എ യൂണിവേഴ്സിറ്റി ആൻഡ് എ യൂറോപ്യൻ, ബിക്കോസ് ദേ സ്റ്റാർട്ട്സ് വിത്ത് എ വൈ സൗണ്ട്. എ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റിന് മുമ്പ് യൂറോപ്യൻ, ഇത് രണ്ടും വവൽസ് ആണ്. പക്ഷെ ഇത് ഈ രണ്ട് വേർഡ്സിന് മുമ്പിലൊക്കെ നമ്മൾ എ ആണ് യൂസ് ചെയ്യാറ്. എന്താ വെച്ചാൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് വൈവോ എന്നാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ആൻ യൂസ് ചെയ്യാറില്ല. Used and for the words like umbrella because they start with vowel sound. U അത് vowel അല്ല, because excuse me ma'am. അല്ല മാം, ഇവിടെ ബേബി എന്റെ ബുക്ക് പിടിച്ച് വലിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ നോട്ട് വെച്ച് ബുക്കിൽ പിടിച്ച് വലിച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ.
ഇനി ഞാൻ കുറച്ച് സെന്റൻസ് പറയാം. വോവൽസിൽ വരുന്ന സെന്റൻസ് ഞാൻ പറയാം. ഞാൻ എഴുതി വെച്ചത് വാട്സപ്പിൽ എല്ലാവർക്കും വിടാം. I bought an apple. He is an engineer. ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ഞാൻ നോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ കുറച്ച് റെക്കോർഡ്സ് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. I am reading an interesting story. I bought an orange. You സൗണ്ടിൽ what I am hugely faces had. അടുത്ത H rules. H rule എന്ന് പറയുന്നത് he is an honest man. He waited for an hour. പിന്നെ വേറെ നമ്മൾ F, H, L, M, N, R, S and X ഈ വാക്കുകളുടെ മുമ്പിലും ചില സ്ഥലങ്ങളിൽ നമ്മൾ ആൻ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുന്ന കുറച്ച് സെന്റൻസ് ഞാൻ പറയാം. I have an FD account at SBI. ഈ എഫ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് എ സൗണ്ടിലാണ്. സോ അവിടെ നമ്മൾ ആൻ യൂസ് ചെയ്യണം. അതേപോലെ എ പോലീസ് ബുക്ക് ആൻഡ് FIR. എഫ് എവിടെ പ്രൊണൗൺ ചില എഫ് എന്ന് വരുന്നതിലാണെങ്കിലും ചില അവിടെ നമ്മൾ ആൻ യൂസ് ചെയ്യണം. അതേപോലെ ഹി ഹാസ് ആൻ LIC ഏജന്റ്. അവിടെ എ സൗണ്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ എല്ലിന്റെ മുന്നിൽ ആൻ യൂസ് ചെയ്യുന്നത്. യു ടേക്ക് ആൻ LLR. അവിടെയും നമ്മൾ ആൻ സൗണ്ട് വരുന്നതുകൊണ്ട് എ സൗണ്ട് വരുന്നതുകൊണ്ടാണ് ആൻ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഞാൻ നോട്ട് ചെയ്തിട്ടുള്ളൂ മാം. കഴിഞ്ഞു ആനില്. എനിക്കിനി ഇതിൽ ഇനി എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് അറിയില്ല. കുറച്ച് നോട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മള് ആൻ സൗണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് ഈ സൗണ്ട് നോക്കിയിട്ടാണ് കേട്ടോ. അപ്പോ AEIOU വോവൽസിന്റെ കൂടെയാണ് ആൻ യൂസ് ചെയ്യുന്നത് പറഞ്ഞാല് അത് അത്രയും കറക്റ്റ് അല്ല. ബിക്കോസ് സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾ അവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതിപ്പോ എച്ച് എന്ന് പറയുമ്പോ അത് വോവൽ ആണോ? അല്ല, അതൊന്നും നമ്മൾ പ്രൊണോട്ട് ചെയ്യുന്ന സൗണ്ട് ആണ് അതില്. അപ്പൊ മനസ്സിലാക്കേണ്ടത് സൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ടത്. അത് ആൻ പ്രത്യേകിച്ച്. ഓക്കെ, അവാർഡ് ആ സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ ആൻ അവാർഡ് എന്ന് പറയും. അപ്പോ ആൻ ആർട്ടിക്കിൾ ക്ലിയർ ആയോ? നെക്സ്റ്റ് എന്താ? എടുക്കണ കുട്ടി ഇന്ന് ഇല്ലാന്ന് പറഞ്ഞു. കേറാൻ പറ്റൂലെന്ന് പറഞ്ഞു. പിന്നെ ഇതാ എടുക്കണത് ഞാനാണ്. കഴിയുമെന്നറിയില്ല. ഞാൻ മാക്സിമം തീർക്കാൻ നോക്കാട്ടോ. ഇല്ല, പെട്ടെന്ന് നമുക്ക് ക്ലാസ് അവസാനിക്കണമെന്നില്ല കേട്ടോ. കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കാം. ആർട്ടിക്കിൾ എന്താണ്, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് കൊടുക്കാം, ക്വസ്റ്റ്യൻസ് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യണം, എവിടെയൊക്കെ ആൻ യൂസ് ചെയ്യണം, ഇതൊക്കെ നമുക്ക് ക്ലാസ്സിൽ പറയാം കേട്ടോ. അതുകൊണ്ട് ഹാഫ് ആൻ അവർ കൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, ഇനിയും കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിലും പറയാനുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ പറയൂ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതാ കഴിയുമ്പോ രണ്ടാളും 3 എണ്ണത്തിനും കൂടി ആർട്ടിക്കൽ ആയിട്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻസ് എടുക്കാമോ? വീഡിയോ ഓണാക്കാൻ മറന്നത്. കുട്ടിയും ഇതായപ്പോ പിന്നെ പറ്റില്ല. കുട്ടിക്ക് ക്യാമറയുടെ ഇടയിൽ നോക്കാൻ വരും. അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത്. ബാക്കി എല്ലാവരും പോസിബിൾ ആണെങ്കിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ക്യാമറ ഓൺ ചെയ്യുന്നു. അപ്പൊ ഒരു ക്യാമറ ഓൺ ചെയ്യാനുള്ള ഒരു പേടിയും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും. എക്സാം എഴുതുമ്പോ പോലും അവരായിരുന്നു എന്റെ ക്യാമറയുടെ മുന്നിലും മാം. ഫോണ് മാത്രം. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല കേട്ടോ. കാരണം നമുക്ക് അറിയാലോ, അതുകൊണ്ട് എല്ലാവരും ഹൗസ് വൈഫ് ആണ്, മദേഴ്സ് ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സാറല്ലേ, നമ്മളിപ്പോ ടീച്ചേഴ്സ് ആണ്, നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ ഞാൻ കാണാറുണ്ട്, നമുക്ക് അറിയാം. പക്ഷെ സാർ അവിടെ ഇരിക്കണു, സാറ് പറയാൻ നമുക്ക് കേൾക്കുന്നുണ്ട്. ഇവര് ഹോം വന്നിട്ടാണ് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ എക്സാം ആൻസേഴ്സ് ഇതാവുമ്പോ ഇനി ചീത്ത പറയാന്നുള്ള പേടിയുണ്ടായിരുന്നു. പറഞ്ഞില്ല. നമ്മൾ അങ്ങനെ ചീത്തൊന്നും പറയില്ല. ഇപ്പൊ സാറാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ പറയില്ല കേട്ടോ. കാരണം നിങ്ങൾ എത്രയും കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഓരോ മക്കളെ എത്രയോ മക്കള് ഉള്ളവരുണ്ട്. കോഴ്സിൽ 4 മക്കളെ വരെ വെച്ചിട്ട് ക്ലാസ് പഠിച്ചവരൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മുടെ മക്കള് ക്യാമറയിൽ വന്നു എന്ന് ഓർത്ത് നമുക്ക് അങ്ങനെ ഒരു വിഷയേ ഇല്ല കേട്ടോ. അത് ടീച്ചേഴ്സിനാണെങ്കിൽ പോലും. ഓക്കെ, നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ക്ലാസ് എടുക്കുക, അത്രയേ ഉള്ളൂ.
അപ്പൊ മക്കളെ ഇഷ്യൂ മക്കളെ പ്രോബ്ലം ആയിട്ട് ക്യാമറ ഓൺ ചെയ്യാതിരിക്കരുത് എന്നാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഓൺ ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ് മെയിൻലി. ഓക്കെ, ക്ലിയർ? കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് ആരാ? ഓക്കെ, ഞാൻ ക്ലാസ് എടുക്കാം. അഞ്ജു, സ്ലോലി ക്ലാസ് എടുക്കൂ. പെട്ടെന്ന് തീർക്കണമെന്നൊന്നുമില്ല. സ്ലോലി സമാധാനമായിട്ട് കൂളായിട്ട് ക്ലാസ് എടുക്കൂ. വിതൗട്ട് എനി ടെൻഷൻ. ഓക്കെ, ഞാൻ നോക്കി പറയൂട്ടോ. നോക്കി തന്നെ പറയുള്ളേ. നോക്കി പറയൂ. പഠിക്കണം കേട്ടോ, പഠിച്ചിരിക്കണം. ഓക്കെ. ഓക്കെ, എടുത്തോളൂ. സ്റ്റാർട്ട്. അപ്പൊ എ ആൻഡ് ദ എന്നിവയാണ് ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതിൽ ആർട്ടിക്കിൾസിനെ രണ്ടായി തിരിക്കാം. ഒന്ന് ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഒന്ന് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ പെടുന്നതാണ് ദ. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലാണ് എ ആൻഡ് എന്നിവ ഉൾപ്പെടുന്നത്. അതിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ ദയെ കുറിച്ചാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോ ദ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കുറച്ച് റൂൾസുകളുണ്ട്. ഒരു 10-20 റൂൾസുകളുണ്ട്. അത് റൂൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിന് കൂടുതൽ എക്സാമ്പിളും കൂടി പറയുമ്പോൾ ചിലപ്പോ പിടികിട്ടു കേട്ടോ. അപ്പോ ഫസ്റ്റ് റൂളാണ് the is used before singular and plural nouns when the noun is specific or particular. അതായത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയ വ്യക്തിയെയോ സ്ഥലത്തെയോ വസ്തുവിനെയോ സൂചിപ്പിക്കാൻ ദ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ഐ ആം ഗോയിങ് ടു ഡാഷ് പാർക്ക്. അവിടെ ദ പാർക്ക് എന്നാ വരുള്ളൂ കേട്ടോ. എഴുതിയെടുക്കാൻ സമയം വേണോ? പറഞ്ഞോളൂ, ഞങ്ങൾ എഴുതുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഐ ആം ഗോയിങ് ടു ദ പാർക്ക് എന്നാ വരിക. അവിടെ എ പാർക്ക് എന്ന് പറഞ്ഞാല് ഏതെങ്കിലും പാർക്ക് ആണ് ഉദ്ദേശിച്ചത്. ദ പാർക്ക് പറയുമ്പോൾ അവിടെ ഒരു സ്പെസിഫിക് പാർക്കിനെയാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് ഐ വാണ്ട് ഡാഷ് ബ്ലൂ പെൻ ഫ്രം ദ ഗ്രൂപ്പ് ഓഫ് പെൻസ്. അതായത് ദ ബ്ലൂ പെൻ എന്നാണ് വരിക. ഒരു കൂട്ടം പേനകളിൽ നിന്ന് ആ ബ്ലൂ പേനയാണ് എനിക്ക് വേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. സെക്കൻഡ് റൂളാണ് ദ ഈസ് യൂസ്ഡ് ദ ഫ്രണ്ട് ഓഫ് യുണീക് സബ്ജക്ട് ഇൻ ദ യൂണിവേഴ്സ്. അതായത് പ്രപഞ്ചത്തിലെ അതുല്യമായ വസ്തുക്കൾക്ക് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ദ എർത്ത്, ദ വേൾഡ്, ദ സ്കൈ, ദ സ്റ്റാർസ്, ദ യൂണിവേഴ്സ്, ദ പോൾസ് ഒക്കെയാണ്. എന്നാൽ പിന്നെ അവിടെ ഒരു ഇതുണ്ട്, ഹെവൻ, ഹെൽ, നേച്ചർ, സ്പേസ്, ഗോഡ്, പാരഡൈസ് എന്നിവയ്ക്ക് മുന്നിലൊന്നും ദ ഉപയോഗിക്കാൻ പാടില്ല. എന്തിൻ്റെയൊക്കെ? ഹെവൻ, ഹെൽ, നേച്ചർ, സ്പേസ്, ഗോഡ്, പാരഡൈസ് എന്നിവയ്ക്ക് മുന്നിലൊന്നും ദ ഉപയോഗിക്കാൻ പാടില്ല. എന്താ ഉപയോഗിക്കാൻ പാടില്ലാത്തെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി മൂന്നാമത്തെ റൂളാണ് ഒരു വർഗത്തെ മുഴുവനായി സൂചിപ്പിക്കാൻ ദ ഉപയോഗിക്കുന്നു. ദ കൗ ഈസ് എ യൂസ്ഫുൾ ആനിമൽ എന്ന് നമ്മൾ പറയും. നാലാമത്തെ റൂളാണ് ഹോളി ബുക്ക്, ഓൾഡ് എപ്പിക് പോയം ആൻഡ് റെഫറൻസ് ബുക്ക് എന്നിവയ്ക്ക് മുന്നിലൊക്കെ ആയിട്ട് ദ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ദ ബൈബിൾ ഈസ് ദ ഹോളി ബുക്ക് ഓഫ് ക്രിസ്ത്യൻസ്. മനസ്സിലാകുന്നുണ്ടോ? തമ്പയച്ചാ മതി. ഓക്കെ. പിന്നെ അടുത്തതാണ് ഹോട്ടൽസ്, ഷിപ്പ്, ട്രെയിന്, ഫോറസ്റ്റ്, ഡെസേർട്ട് എന്നിവയുടെ ഒക്കെ മുന്നിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ദ ഉപയോഗിക്കുന്നു. ദ ഒരു എക്സാമ്പിൾ ആണ് ദ ശതാബ്ദി എക്സ്പ്രസ്. അതുപോലെ ക്യൂൻ വിക്ടോറിയ ഈസ് എ ഫേമസ് ബ്രിട്ടീഷ് ഷിപ്പ്. അതായത് ദ ക്യൂൻ വിക്ടോറിയ എന്ന വരുള്ളൂ, ഷിപ്പിന്റെ പേരാണ്. അതേപോലെ തന്നെയാണ് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ ഉപയോഗിക്കുന്നു. അപ്പോൾ എന്താണ് ഈ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയാ? അതായത് അഡ്ജക്റ്റീവ് ഓർ ആഡ്വർബിനൊപ്പം ST, EST, IEST എന്നിവ ചേർക്കുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ലഭിക്കുന്നു. എന്തെങ്ങനെയൊക്കെ? അഡ്ജക്റ്റീവിന്റെ ഒപ്പോ അല്ലെങ്കിൽ ആഡ്വർബിന്റെ ഒപ്പോ ST, EST, IEST എന്നിവ ചേർക്കുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഔട്ടോ. അല്ലെങ്കിൽ മോസ്റ്റ് പ്ലസ് അഡ്ജക്റ്റീവ് ഓർ ആഡ്വർബ് എന്ന രൂപത്തിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി ആവാം. അതിനൊരു ഉദാഹരണമാണ് ദേ ചൂസ് ഡാഷ് മോസ്റ്റ് അട്രാക്റ്റീവ് മോഡൽ ദാറ്റ് വാസ് അവൈലബിൾ. അപ്പോൾ മോസ്റ്റിന്റെ മുന്നിൽ, അതായത് മോസ്റ്റ് അട്രാക്റ്റീവ് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പൊ മോസ്റ്റിന്റെ മുന്നിൽ നമ്മൾ ദ ചേർക്കും.
ഇനി അടുത്ത റൂളാണ്. ഒരു അഡ്ജക്റ്റീവിന് മുന്നിലായി ദ ഉപയോഗിക്കുമ്പോൾ അഡ്ജക്റ്റീവ് ഉൾപ്പെടുന്ന ഒരു വിഭാഗത്തെ മുഴുവനായി സൂചിപ്പിക്കുന്നു. ഇതിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞില്ലേ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഡാഷ് റിച്ച് ഷുഡ് ഹെൽപ്പ് ഡാഷ് പുവർ. അതായത് രണ്ടിടത്തും ദ എന്നേ വരുള്ളൂ. ദ റിച്ച് ഷുഡ് ഹെൽപ്പ് ദ പുവർ എന്നാട്ടോ വരിക. അതേപോലെ തന്നെ അൾട്ടിമേറ്റ്, നെക്സ്റ്റ്, ലാസ്റ്റ് എന്നീ വാക്കുകൾക്ക് മുന്നിലായി ദ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ആണ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, ദ ഫസ്റ്റ് പേഴ്സൺ എന്നിവയ്ക്കൊക്കെ മുന്നിൽ ദ ഉപയോഗിക്കുന്നു. പിന്നെ അടുത്തതാണ് മൗണ്ടെയിൻ റേഞ്ചസ് ആൻഡ് ഐലാൻഡ് ഗ്രൂപ്പ്സ് എന്നിവയ്ക്കൊക്കെ മുന്നിൽ ദ ഉപയോഗിക്കുന്നു. ദ വെസ്റ്റേൺ ഘട്ട് നമ്മൾ പറയും. അതേപോലെ തന്നെ ദ ഹിമാലയാസ് എന്നൊക്കെ പറയും. എന്നാൽ അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഒറ്റപ്പെട്ട ഐലാൻഡ്, പീക്ക് എന്നിവയ്ക്കൊക്കെ മുന്നിൽ ദ ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഡാഷ് എവറസ്റ്റ് അറിയുമ്പോൾ അവിടെ ദ എല്ലാം ഉപയോഗിക്കുക, നോ ആർട്ടിക്കിൾ. അതായത് ഓപ്ഷനിൽ എയും ആനും ദയും നോ ആർട്ടിക്കിളും ഉണ്ടാവും. അവിടെ നോ ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുക, കാരണം അത് ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ ദ ഉപയോഗിക്കില്ല, നോ ആർട്ടിക്കിൾ ആണ്. അതേപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ മുന്നിലും നമ്മൾ ദ ഉപയോഗിക്കും. ഉദാഹരണത്തിനാണ് ഷീ പ്ലേസ് ഡാഷ് പിയാനോ, ദ പിയാനോ എന്നാണ് നമ്മൾ അവിടെ പറയുക. അതേപോലെ തന്നെയാണ് ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്ക് മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ ആണ് വെൻ വാസ് ഡാഷ് റേഡിയോ ഇൻവെന്റഡ്. അതായത് ദ റേഡിയോ ഇൻവെന്റഡ് എന്നാട്ടോ അവിടെ പറയാം. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് ആണ് വസ്തുക്കളുടെ പേരുകൾ പൊതുവായി പറയുമ്പോൾ ദ ഉപയോഗിക്കാൻ പാടില്ല. അത് പാടില്ലാത്തതും പാടുള്ളതും ഒന്ന് നല്ലോണം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങൾ. അപ്പൊ അടുത്ത ഞാൻ ഇപ്പൊ പറഞ്ഞതാണ് വസ്തുക്കളുടെ പേരുകൾ പൊതുവായി പറയുമ്പോൾ ദ ഉപയോഗിക്കാൻ പാടില്ല. എക്സാമ്പിൾ ആണ് ഡാഷ് ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. അവിടെ ദ അല്ല ഉപയോഗിക്കുക, അവിടെ നോ ആർട്ടിക്കിൾ ആണ് വരിക. പക്ഷേ പൊതുവായി പറയുന്ന ഒരു വസ്തുവിന്റെ സവിശേഷതയെ കാണിക്കുകയാണ്, അതിന്റെ സവിശേഷതയെ കാണിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ദ ഉപയോഗിക്കും. ഉദാഹരണത്തിനാണ് ദ ഗോൾഡ് മൈനഡ് ഇൻ ഇന്ത്യ ഈസ് എ ഗുഡ് ക്വാളിറ്റി. ആ ഗോൾഡിന്റെ ഇതിനെ കുറിച്ചാണ്, പിന്നെ സവിശേഷതയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ദ ഉപയോഗിക്കുന്നു. അതേപോലെ തന്നെ അടുത്തതാണ് മീൽസിന്റെ പേരിന് മുന്നിൽ ദ ഉപയോഗിക്കില്ല. പക്ഷെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ദ ഉപയോഗിക്കും. അപ്പോൾ അതിന് ഉദാഹരണമാണ്, സ്പെസിഫൈ ചെയ്ത് പറയുന്നതിന് ഉദാഹരണമാണ് ദ ഡിന്നർ ദാറ്റ് ഐ ഹാഡ് യെസ്റ്റർഡേ വാസ് നോട്ട് ഗുഡ്. പിന്നെ നെക്സ്റ്റ് അടുത്തതാണ് കുട്ടികളുടെ അതായത് ഗെയിമിന്റെ മുന്നിൽ ദ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ വേറൊന്നാണ് ഡയറക്ഷന് മുന്നിലായി ദ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ദ ലെഫ്റ്റ്, ദ റൈറ്റ്, അങ്ങനെയൊക്കെ. പിന്നെ വേറൊന്നാണ് ആദ്യം പറഞ്ഞ ഒന്നിനെ വീണ്ടും പറയുമ്പോൾ ദ ഉപയോഗിക്കുന്നു. ഉദാഹരണം ഡാഷ് നോവൽ ദാറ്റ് യു ഗേവ് മീ എ വെരി ഇൻട്രസ്റ്റിംഗ്. ആ നോവല് അതിനെ കുറിച്ച് തന്നെ പിന്നെയും പറയുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കുന്നു കേട്ടോ. പിന്നെ അടുത്താണ് ഭാഷകളുടെ പേരിന് മുന്നിൽ ദ ഉപയോഗിക്കില്ല. അതായത് ദ ഹിന്ദി, ദ മലയാളം, ദ ഇംഗ്ലീഷ് ഉപയോഗിക്കില്ല. പക്ഷെ ഭാഷയ്ക്ക് ശേഷം, അതായത് പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതായത് ഭാഷയ്ക്ക് ശേഷം ലാംഗ്വേജ് എന്ന് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ദ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ദ മലയാളം ലാംഗ്വേജ്, ദ ഹിന്ദി ലാംഗ്വേജ് എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കുന്നു കേട്ടോ. അപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ ഇന്ത്യ സ്പീക്സ് ഡാഷ് ഹിന്ദി. അവിടെ ഉപയോഗിക്കൂലേ? ഉപയോഗിക്കില്ല. ഓക്കെ. പിന്നെ അടുത്തത് ചർച്ച്, ഹോസ്പിറ്റൽ, സ്കൂൾ, കോളേജ് എന്നിവിടങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ദ ഉപയോഗിക്കില്ല. അപ്പൊ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന എന്തിനാ? പഠിക്കാന്. ചർച്ചിലേക്ക് പോകുന്ന എന്തിനാണ്? പ്രാർത്ഥിക്കാന്. അപ്പൊ അതിന് ഉദാഹരണമാണ് ജോൺ ഗോസ് ടു ഡാഷ് ചർച്ച് ഓൺ സൺഡേ. അവിടെ ദ ഉപയോഗിക്കൂലേ? ഉപയോഗിക്കില്ല. കാരണം നമ്മൾ അത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നാൽ അതിൻ്റെതായ ആവശ്യങ്ങൾക്കല്ലാതെ ഈ ചർച്ചിക്കും ഹോസ്പിറ്റലിലേക്കും പിന്നെ കോളേജിലേക്കൊക്കെ അതിൻ്റെതായ ലക്ഷ്യത്തിൽ നിന്ന് മാറി മറ്റാവശ്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ദ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ഐ വെന്റ് ടു ഡാഷ് ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ. ഐ വെന്റ് ടു ദ
ഹോസ്പിറ്റലിൽ നിന്ന് വരും കേട്ടോ അവിടെ. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ പേരിൽ ആരംഭിക്കുന്ന സ്ഥാപനങ്ങളുടെ പേരിന് മുന്നിൽ ദ ഉപയോഗിക്കില്ല. ഉദാഹരണത്തിന് ഡാഷ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി. ഒരു മിനിറ്റ്, ഐ വെന്റ് ടു ഹോസ്പിറ്റൽ ടു സീ മൈ അങ്കിൾ, ദാ ഉപയോഗിക്കുന്നാണോ ഇല്ലാന്നാണോ? ദ ഉപയോഗിക്കും. ഹോസ്പിറ്റലിലേക്ക് പിന്നെ അങ്കിളിനെ കാണാനല്ലേ പോയത്? അങ്കിളിനെ കാണാനാണ് പോയതെങ്കിൽ ദാ ഉപയോഗിക്കാം, അങ്ങനെയാണല്ലേ? ആ അഞ്ജു, ഓ തൽക്കാലം നമുക്ക് നിർത്താം. ഓക്കെ, കഴിയാനായിരുന്നു. ഓക്കെ നിർത്താം. ഓക്കെ, ടൈം ആയിട്ടോ. ഓക്കെ കണ്ടിന്യൂ ചെയ്യാവേ. ഓക്കെ എല്ലാവരും നോക്കിയിട്ട് വരൂ, ആർട്ടിക്കിൾ നോക്കിയിട്ട് വരൂ. ആബ്സെന്റ് ആയ കുട്ടിയോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ സൈൻ ഔട്ട് ഒന്നുമില്ലല്ലോ, ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, അപ്പൊ പിന്നെ വേണ്ടല്ലോ. Okay, so let's find out today's class. Okay, thank you all. See you on the next class. Okay, bye. Thank you, ma'am.